മുസ്ലിങ്ങളല്ല നമ്മളെ ആക്രമിച്ചു. ഷാന്നല്ല ഇയാൾ ചുവന്ന ബോട്ടിൽ തുറന്നു, നേരെ എൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു. ഇതൊക്കെ സെക്കൻഡുകളുടെ പൾസാണ് ഈ പണമൊക്കെ. ഒരാവി ഇങ്ങോട്ട് വന്നു, ഇയാളിങ്ങോട്ട് ഓടും ചെയ്തു. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, എന്നെ രക്ഷിക്കും, ആരും എൻ്റെ മേത്ത് ആസിഡ് ഒഴിച്ചപ്പോൾ ഞാൻ അലറിയിട്ടാണ് പറയുന്നത്. അലർച്ച ഭ്രാന്തൻ്റെ മുഖം പോലെ ആയിരിക്കും എനിക്ക് തോന്നുകയാണ്. കണ്ണാടി കാണിക്കേണ്ട ആൾക്ക് ചിലപ്പോൾ സങ്കടമാകുമെന്ന് പറഞ്ഞു. മേലെ മുഴുവനുണ്ട്, എൻ്റെ ഇലക്ക് മുഴുവൻ ഒഴുകിയ പാടാണ്. അവിടെയൊക്കെ ചെവിയുടെ ഒരു കഷ്ണം പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കയറി വീട്ടിൽ വന്നിട്ട് വെട്ടി പരിക്കേൽപ്പിച്ചതാണ്. എന്താ പറയുക, എന്നെ ആക്രമിച്ചത് ഹിന്ദു നാമധാരികളാണ് എന്ന് കരുതി RSSകാരാണെന്നോ മറ്റേതിന് സംഘടനകളെ ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുസ്ലിമാണെന്ന് പറയുമ്പോൾ അതല്ല എന്ന് ഞാൻ ആവർത്തി പറയാൻ ആഗ്രഹിക്കുന്നു. പതുങ്ങുന്നത് കുതിക്കാനാണ്. പിന്നീട് ഞാൻ വരുന്നത് ചണ്ടള്ള പമ്പയായിട്ടാണ്. എന്നാൽ ക്ഷത്രിയൻ ബ്രാഹ്മണനെ കൊന്ന ഒരു ചരിത്രമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വീരപുരുഷനാവുകയുമില്ല. അവനവന് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കാൻ ഇവിടെ പറ്റണം. അത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് അത് നിഷേധിക്കപ്പെടാൻ പാടില്ല. നിഷേധിക്കപ്പെടുന്നു എങ്കിൽ അതിനാധാരം ബ്രാഹ്മണിസമാണ്. അതിനെ തകർക്കുക തന്നെ വേണം. ആത്മീയതേൻ്റെ ഫ്രീഡം ഫൈറ്റിൻ്റെ വെപ്പണം. ആ ദൈവം പോലിയേ, ആ ദൈവമേ, ദൈവം വരികേ, കുറ്റം പോലിയേ, പന്തൽ പോലിയേ, കാവ് പോലിയേ. എനിക്കുള്ള പാട്ടൊക്കെ കിട്ടി. പക്ഷെ ഒരു ട്രോള് വന്നായിരുന്നല്ലോ ഈ ഇടയ്ക്ക്, ഉണ്ടംപൊരി എന്നെല്ലാം പറഞ്ഞിട്ട്. ശരിക്കും അതെന്താ സംഭവം? ഓക്കെ അതെന്താ വെച്ചാൽ ഇത് ഞങ്ങളുടെ ഒരു ആരാധനയുടെ ഭാഗമായിട്ട് ആദിമ നിവാസികൾ പാടുന്ന ഒരു ദൈവിക പാട്ടാണത്. ഒരുപാട് പാട്ടുകളുണ്ട്, തോറ്റംപാട് എന്നൊക്കെ പറയും. അതിലാണ് എന്തായാലും ഇതിനെ സത്യത്തിൽ ഇത് ദൈവിക മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്താൽ മതി എന്നുള്ള കാന്താരയിലെ ഋഷഭ് ഷെട്ടി പറഞ്ഞതിന് വാവ് എന്നുള്ള ശബ്ദം അവിടെ മതി എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മാറാൻ കാരണം ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ട് നമ്മളിവിടെ പാടുന്നതിനൊപ്പം തന്നെ നമ്മൾ ഈ കേരളത്തെ സമൂഹത്തോട് പറയാനുള്ളത്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്താ വെച്ചാൽ ഈ പാട്ടിനെ നല്ലൊരു ബാൻഡ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഓഡിയോ അതുകൊണ്ട് വീഡിയോ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബാബുസ്വാമി പോലെയാണോ? അല്ല, അതല്ല, അത് AI ചെയ്തല്ലേ ബാബുസ്വാമി. അതല്ല, ഇത് ഈ തോറ്റത്തെ ഇത്രയും ഉണ്ടംപൊരി പഴംപൊരി എന്നല്ല അത് പറയുന്നത്. അപ്പം അത് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്താ വെച്ചാൽ ഇത് കേരളക്കാരെ മുഴുവൻ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇവിടെ പരമ്പരാഗതമായിട്ട് ഇവിടെ തദ്ദേശീയ SC/ST വിഭാഗങ്ങൾ പാടി വരുന്ന ഈ ഒരു അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗക്കാർ പാടി വരുന്ന ഈ ദൈവിക വാക്കുകൾ അല്ലെങ്കിൽ ഈ തോറ്റങ്ങൾ സമൂഹം മുഴുവൻ കേൾക്കണം, അവർ ആസ്വദിക്കണമെങ്കിൽ പുതിയ സമൂഹം, പുതിയ ന്യൂ ജനറേഷൻ ആസ്വദിക്കുന്ന പോലെ ഒരു ബാൻഡ്സ് സെറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അത്തരം വിഭാഗക്കാർ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക DJ ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു മ്യൂസിക്കോ കൊടുത്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അത് അതിൻ്റെ ഓഡിയോ അതുപോലെ തന്നെ വീഡിയോ നമ്മളുടെ ആശ്രമത്തിൽ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കൃത്യമായിട്ട് റാപ്പൊക്കെ പോലെ സ്റ്റേജ് പെർഫോമൻസും ഉണ്ടായിരിക്കും. ഇത് ഒരു പാട്ടല്ല, ഇങ്ങനത്തെ ഒത്തിരി പാട്ട്. വെച്ചാൽ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരി ഇല്ലാണ്ട് ഇത്തരം ആദിമ സംഗീതങ്ങളുടെ ഈരടികൾക്ക് നവ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വെച്ചുകൊണ്ട് ഉള്ള സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നാലുപേര് പാടുമ്പോൾ അതിനുള്ളൊരു എന്താ പറയുക ഒരു അല്ലേ ഒരു ഉദ്ഘാടനം കൂടിയാണ് ഈ നാലുപേര് ചൊല്ലല്ലേ. അത് ഇങ്ങനെയൊന്നും ചൊല്ലിയാൽ പലർക്ക് ഇഷ്ടപ്പെടണമെന്ന് ലക്ഷം മറിച്ച് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാം ബോധ്യമുണ്ട്. കേട്ടിരിക്കുന്നവൻ പോലും ഇത് മുഴുവനായിട്ട് വരുമ്പോൾ ഇവിടെ നാലുപേര് ചൊല്ലും, പക്ഷെ മുഴുവനായിട്ട് ചൊല്ലുമ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു ബീറ്റ്സിൽ എന്തായാലും ഉറഞ്ഞു തുള്ളാൻ അവർക്ക് പറ്റും. ദൈവികമായിട്ടല്ല, ആസ്വാദനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ആ ദൈവം വരികേ, ആ ദൈവമേ, ആ ദൈവം വരികേ, ആ മുറ്റം പോലിയേ, ആ പന്തൽ പോലിയേ, ആ കാവ് പോലിയേ, ആ ദൈവം പോലിയേ, ആ ദൈവമേ, ആ പണ്ടൊരു നാളിൽ ആ ആദിയില്ലല്ലോ, ആ അന്തോമില്ലല്ലോ, ആദിമുത്തനീ കാണാനില്ലല്ലോ, ആ ദൈവം പോലിയേ, ആ ദൈവമേ, ദൈവം വരികേ, മുറ്റം പോലിയേ, പന്തൽ പോലിയേ, കാവ് പോലിയേ, ആ ദൈവം പോലിയേ, ആ ദൈവമേ, ആ ദൈവം പോലിയേ, ആ ദൈവമേ. ഒരു 1.5 മണിക്കൂറോളം ഈ സംഭവമുണ്ട്. ദൈവം വരികേ എന്നാ പറഞ്ഞത്. ദൈവം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? അറിവ്. നമ്മളിതിന് മുമ്പ് പറഞ്ഞു അറിവ് വരട്ടെ, ദൈവം പൊലിയെ, അറിവ് ഉയരട്ടെ. പിന്നെ എന്താണ് മുറ്റം പൊലിയെ, നമ്മളൊക്കെ ഇരിക്കുന്ന ബേസ് ഈ ഭൂമി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പൊലിഞ്ഞ് ഉയർന്നു വരട്ടെ, നന്നായി ക്ലീനായി വരട്ടെ. പന്തൽ പൊലിയെ, നമ്മളുടെ റൂഫായിരിക്കാം, ആകാശമായിരിക്കാം, നക്ഷത്രങ്ങളായിരിക്കാം, മരങ്ങളായിരിക്കാം, അങ്ങനെയുള്ള തണലേകുന്ന എല്ലാം വളർന്ന് പന്തലിച്ച് നിൽക്കട്ടെ.
പിന്നെന്താണ്, കാവ് പൊലിയെ പ്രകൃതി, നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രകൃതി പൊലിഞ്ഞ് ഐശ്വര്യപൂർണ്ണമായിട്ട് നമുക്ക് പൊല്യൂഷനൊന്നും ഇല്ലാതെ നിലനിൽക്കട്ടെ. അപ്പം കാവ് പൊലിയെ, ആ ദൈവം പൊലിയെ, അങ്ങനെയുള്ള ആ അറിവ്, ഇതിനെയൊക്കെ പരിപാലിച്ച് നിലനിർത്തേണ്ടതായിരിക്കുന്ന ആ അറിവ് ലോകം മുഴുവൻ വ്യാപിക്കട്ടെ. ആ ദൈവമേ, അതാണ് ഞങ്ങളുടെ ദൈവം. ഈ പ്രകൃതിയാണ് ഞങ്ങളുടെ ദൈവം, നിങ്ങൾ ഓരോരുത്തരുമാണ് ഞങ്ങളുടെ ദൈവം, നമ്മൾ ഓരോരുത്തരുമാണ് ദൈവം. അല്ലാണ്ട് ഏഴാകാശത്തിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അർശിലിരിക്കുന്ന, ആ ജലോപരി അർശനിലിരിക്കുന്ന അല്ലെങ്കിൽ സിംഹാസനത്തിലിരിക്കുന്ന ഒരു ദൈവമല്ല ആദ്യമിൻ്റെ ദൈവം. ഈ മണ്ണും മലകളും നദികളും ഒക്കെയാണ് കൂടി പറന്ന ഓരോന്നും ആണ്. ഇതിനെ സ്തുതിച്ച പാട്ടാണ്. അതാണ് ഉണ്ടംപൊരി പറയുമ്പോൾ കുഴപ്പമില്ല, അതിൻ്റെ ഒരു ഭാഗമാണ് ഉണ്ടംപൊരിയും പഴംപൊരിയും ഒക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മറിച്ച് ഇത് എന്താ വെച്ചാൽ ഇത്തരം ഈ പറയുന്ന മണ്ണിൻ്റെ മണമുള്ള ഇത്തരം ദൈവീക, അല്ലാണ്ട് മറ്റൊന്നും അല്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ നമ്മൾ വേദസൂക്തം ചൊല്ലുന്ന ആൾ തന്നെയാണ്. എന്നാൽ പോലും അതിനപ്പുറം തച്ചയ്യോറാവണി മഹേ ഗാധം യജ്ഞായ ഗാധം യജ്ഞപതയേ ദൈവേ സ്വത്തിരത്വനഃ, ഇതൊക്കെ വേദമന്ത്രങ്ങളാണ്. എന്നാൽ അതിനപ്പുറം മനസ്സിൽ തട്ടുന്ന, അല്ല ഉള്ളിലേക്ക് സ്വാംശീകരിക്കാൻ പറ്റുന്ന ഈ പ്രകൃതിയെയും മനുഷ്യന്മാരെയും അതുപോലെ നിലനിർത്തി സ്നേഹിക്കുന്ന സംഭവങ്ങൾ വരണ്ടേ, ലോകം കേൾക്കണ്ടേ. അപ്പോൾ അത് ആ തരത്തിലുള്ള ബീറ്റ്സിലൊക്കെ വരാൻ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പറ്റിയ മ്യൂസീഷ്യൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണമെങ്കിൽ അതിനെ പറ്റിയ ആളുകൾ വേണ്ട, റെഡിയാക്കി എന്തായാലും വരും, കേരളക്കാരെ ഏറ്റെടുക്കുമെന്ന് കരുതുന്നു. എല്ലാം നടക്കട്ടെ. കാരണം ഇതൊക്കെ ലോകത്തിന് എത്തണം, ഇതൊക്കെ ഇവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമാണ്, ഈ നാടിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കട്ടെ. അന്നക്കളി എന്തായാലും നമുക്ക് പാടാൻ പറ്റില്ല, ജാസി ഗിഫ്റ്റ് പാടിയതാണ്. അപ്പോൾ അത് ജാസിൻ്റെ പേരിൽ തന്നെ കിടക്കട്ടെ. ഓക്കെ. അപ്പോൾ സമൂഹത്തിനോടുള്ള ഒരു പ്രതിഷേധമാണല്ലോ ബാബാജിയുടെ വിശ്വാസം. അപ്പോൾ എപ്പോഴെങ്കിലും അറ്റാക്സ് ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ. എൻ്റെ വിശ്വാസം എന്താ പറയുക, ഈ പ്രതിഷേധം മാത്രമല്ല, വിശ്വാസം എൻ്റെ ഒരു ബോധ്യമാണ്, പ്രപഞ്ച സത്യത്തിലുള്ള എൻ്റെ ബോധ്യമാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം തന്നെയാണ് എനിക്ക് സമൂഹത്തോടുള്ള സമൂഹത്തോട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അനീതികൾക്കെതിരെയുള്ള എൻ്റെ പോരാട്ടത്തിൽ എൻ്റെ വെപ്പൺ എൻ്റെ അതേ ബോധ്യത്തിൽ നിന്നുള്ള വിശ്വാസമാണ്. അതാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിലെന്താ വെച്ചാൽ അറ്റാക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് അറ്റാക്ക് ഉണ്ടായത് കുറച്ച് NDTV പോയി റിപ്പോർട്ട് ചെയ്താണ് 2017 എനിക്ക് നേരെ ഉണ്ടായി ആസിഡ് ആക്രമണം. അതിനുശേഷം 30ഓളം വരുന്ന കുട്ടികളെ, പട്ടികജാതി വിഭാഗത്തിലുള്ള കുട്ടികളെ ചേർത്ത് ഞാനൊരു കൗളവേദ പഠന ശിബിരം എന്ന് പറയും. ഈ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങളും അല്ലെങ്കിൽ ഈ ബ്രാഹ്മണാചാരങ്ങളൊക്കെ തന്നെ മത്സ്യമാംസാദിൽ കഴിച്ചുകൊണ്ടും നമുക്ക് വേദം ഇത്തരം കാര്യങ്ങൾ പഠിക്കാം, ആചരിക്കാം, അങ്ങനെ ഒരു ക്ലാസ് നടത്തിയതാണ്. അതിനുശേഷമാണ് ഏകദേശം ഞാനൊന്ന് ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്, പാലക്കാട് ജില്ലയിലാണ്. ഒരു ചാനലിൽ ഞാനിങ്ങനെ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് എനിക്ക് വിഷമം എന്താ വെച്ചാൽ, അത് ഈ കട്ട് ചെയ്യുമ്പോഴൊരു വിഷയമാണ്. ഞാനിങ്ങനെ പറഞ്ഞു അതൊരു മുസ്ലിം ഏരിയ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരുപാട് മുസ്ലിം മക്കൾ, സഹോദരങ്ങൾ എല്ലാവരുടെ ഒരു അനാവശ്യം വിളിക്കുന്ന പോലെയാണ്. മുസ്ലിങ്ങളാണോ നിന്നെ ആക്രമിച്ച്, മറ്റോരല്ലേ മറിച്ചോരല്ലേക്കുമ്പോൾ എല്ലാ പ്രേക്ഷകരോടും പറയുകയാണ്, പലതവണ നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, മുസ്ലിങ്ങളല്ല നമ്മളെ ആക്രമിച്ചത്. ഞാൻ പൂജ ചെയ്ത സ്ഥലം മുസ്ലിം ഏരിയയാണ്, അത് നോമ്പ് കാലമായിരുന്നു എന്നുള്ളത് ഇങ്ങനെ തന്നെ നിങ്ങൾ കാണിക്കണം. കാരണം അത് തിരുത്തപ്പെടേണ്ട കാര്യമാണ്, അത് തെറ്റിയിരിക്കണം. നിങ്ങളെ ചാനലിലൂടെ അത് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ആ മുസ്ലിം ഏരിയയിൽ നോമ്പ് കാലത്തായിരുന്നു എനിക്ക് ആക്രമണം ഉണ്ടായത്. അല്ലാത്ത സമയം അന്നത്തെ കാരണം വെച്ചാൽ അത് എന്തുകൊണ്ട് എടുത്തു പറഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ ഈ കാലത്തൊരു 6 മണിയൊക്കെ ആകുമ്പോൾ സമയത്ത്, അല്ലെങ്കിൽ 5:30 സമയത്ത് നോക്കുമ്പോൾ കുറേ ആളുകൾ പുറത്തുണ്ടായിരുന്നു. നോമ്പ് കാലം ആകുമ്പോൾ അവർ ആ പിളച്ചോറും കഴിച്ചിട്ട് അവരൊന്ന് ചിലപ്പോൾ ഒരു മഗ്‌രിബ് വാങ്കൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം, നേരത്തെ പ്രാർത്ഥന ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം അവർ ഒന്ന് കിടക്കും ചിലപ്പോൾ. ഇതുകൊണ്ട് ആ സമയത്ത് റോട്ടിൽ ആളുണ്ടായില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഞങ്ങൾ ആ നോമ്പ് കാലത്ത് അപ്പോൾ റോഡ് ശൂന്യമായിരിക്കുന്ന സമയത്ത് ഞാൻ ക്ഷേത്രത്തിലേക്ക് ഒരു സെഞ്ചിയും പിടിച്ച് പോവുകയാണ്. മഴ ചെറിയ ചാറ്റൽ മഴയുള്ള സമയത്ത്, അപ്പം മഴയില്ല. പോകുന്ന സമയത്ത് എന്താണ്, ഒരാൾ ക്രോസ് ചെയ്ത് കടന്നു വരികയും എൻ്റെ മുഖത്ത് നോക്കിയും ചിരിച്ചു, ഗാന്ധിനോട് ചിരിച്ച പോലെ ചിരിച്ചു. ഞാനാണെങ്കിലും ആരെ കണ്ടാലും ഞാൻ എന്താ വെച്ചാൽ ചിരിച്ചിട്ടേ സംസാരിക്കാൻ ശ്രമിക്കാറുള്ളൂ. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ഞാൻ ദേഷ്യമൊക്കെ മാറ്റി വെക്കാൻ ശ്രമിക്കും. ചിരിച്ചു. അയാളെ ഈ പോക്കറ്റിൽ കൈയെടുത്തു, ഒരു കോട്ടണ പോക്കറ്റിൽ കൈയെടുത്തു, അയാൾ ഒരു കുപ്പി തുറന്നു. എനിക്കിതൊന്നും അറിയില്ല, സത്യത്തിൽ എൻ്റെ ലോകം ഇതായിരുന്നില്ല, വേറെ ആയിരുന്നു. ഒരു അമ്പലം മാത്രം, ഒരു കുടുംബത്തിൽ ഒതുങ്ങി ചേർന്നൊരു ടൈപ്പ് അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെയല്ല, വൈഡല്ല, സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇയാളൊരു കുപ്പി തുറന്നു. ഞാൻ എന്തിനാൾ കുപ്പി, ഇയാൾ ജോഗിങ്ങിൻ്റെ ഡ്രസ്സാണ്, ഇപ്പോൾ കുടിക്കാൻ വെള്ളം എടുക്കാനെന്നാണ് കരുതിയത്. പക്ഷേ അതൊന്നല്ല, ഇയാൾ ചുവന്ന ബോട്ടിൽ തുറന്നു, നേരെ എൻ്റെ മൂത്തിക്ക് ഒഴിച്ചു. വന്ന് പതിച്ചപ്പോൾ ഞാൻ വെച്ചാൽ മൂത്തിക്ക് അവിടുത്തെ വെള്ളം ഒഴിച്ച് കളിയാക്കിയത് കരുതി. അപ്പോഴൊന്ന് പെട്ടെന്നൊന്ന് ചിരിക്കാനാണ് നോക്കിയത്. പക്ഷേ ഇതൊക്കെ സെക്കൻഡുകളുടെ പൾസാണ്, ടൈപ്പാണൊക്കെ. ചിരിക്കാൻ നോക്കുമ്പോഴത്തേനും ഒരാവി ഇങ്ങോട്ട് വന്നു, ഇയാളിങ്ങോട്ട് ഓടും ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആസിഡ്. ഞാൻ പല സിനിമയിലും കണ്ടിട്ടുള്ളത് അറിയാം ആസിഡാണുള്ളത്. അപ്പോൾ ഞാൻ അലമുറയിട്ട് കരയാണ്. ഞാൻ നിലവിളിക്കുക എന്നുള്ള കരച്ചിലല്ല, എന്ന അലർച്ചയാണ്. അപ്പോൾ ഞാൻ വിളിക്കുന്നത് അമ്മേന്നാണ് വിളിക്കുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് സ്ത്രീ സ്വരൂപത്തിൽ ദൈവത്തെ സങ്കല്പിക്കുന്ന ഇഷ്ടം. കാരണം അവസാനവും ആദ്യത്തിലും നമ്മൾ വിളിക്കുന്ന അമ്മ എന്ന ശബ്ദമായിരിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ മരിക്കുമ്പോഴും ഞാൻ വിളിക്കുക അമ്മ എന്നായിരിക്കും. അപ്പോൾ അത് ദൈവനാമാക്കി മാറ്റിയിരിക്കുക. അപ്പോൾ ഞാനത് വിളിച്ചു നേരെ ഞാൻ പുറകോട്ടോടാൻ നോക്കി. കാരണം അവിടെയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പാർട്ട്ണറും പിള്ളേരൊക്കെ കുഞ്ഞു മക്കളാണ്, ഭയന്നു പോകും. അപ്പോൾ അവരതീ പോകണ്ട, അവരെ പേടിപ്പിക്കേണ്ട, നേരെ മുന്നോട്ട്. അപ്പോൾ എന്താ വെച്ചാൽ സഹിക്കാൻ പറ്റുന്നില്ല വേദന. ആ വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഇങ്ങനെ ചെളിവെള്ളം കിടക്കുക. അപ്പം ഞാനിതിന് മുമ്പ് കേട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് പാർട്ട്ണർക്ക് ഒന്ന് കൈ പൊള്ളിയ സമയത്ത്, ഈ കുക്കർ എന്തോതായപ്പോൾ പൊള്ളിയ സമയത്ത് ഒരാളിനോട് പറഞ്ഞു ഓയിൽമെൻറ്റ് ആയപ്പോൾ കൈ വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി എന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ മൈൻഡ് എനിക്കൊന്നു, പൊള്ളുകയല്ലേ എന്നാൽ വെള്ളത്തിൽ നോക്കി നോക്കിയപ്പോൾ ഈ ഓടവെള്ളമാണ്. എന്നാൽ പോലും ഞാനതിൽ കിടന്നു. ഈ പറഞ്ഞ സെഞ്ച് ചെയ്യാൻ വിട്ടിട്ടില്ല, കയ്യിലൊരു കൊടയുണ്ട്, മഴക്കാലല്ലേ, ഇതുകൊണ്ട് കിടന്നിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചപ്പോൾ KSRTC ബസ് പോകുന്നുണ്ട്, ഓട്ടോ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നാലും ഇങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, എന്നെ രക്ഷിക്കും, ആരും എൻ്റെ മേത്ത് ആസിഡ് ഒഴിച്ചപ്പോൾ ഞാൻ അലറിയിട്ടാണ് പറയുന്നത്. അലർച്ച ഭ്രാന്തൻ്റെ മുഖം പോലെ ആയിരിക്കും എനിക്ക് തോന്നുകയാണ്. ഈ പറച്ചിലൊന്നുമല്ല, അലറിയിട്ടാണ്. എന്നാലും പിടിക്കുന്നുണ്ട്. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കും, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, എന്നെ ആരോ ആസിഡ് ഒഴിച്ചു. ഞാനിത് കാണിക്കണമ്പോൾ ഈ പാസഞ്ചേഴ്സിൻ്റെയൊക്കെ വിചാരം ഇതൊരു ഭ്രാന്തനാണെന്ന് കേട്ടിട്ടാണ്. ചെളി എന്തൊക്കെയുണ്ട് ഈ വെള്ളത്തിൽ കിടന്നതല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായി ആരും ഹെൽപ്പ് ചെയ്യില്ല. കാരണം എന്നെ സ്വയം എനിക്കറിയാം, ഞാൻ ഈ ആത്മീയതയെക്കുറിച്ച് പറഞ്ഞു, എനിക്ക് തിരിച്ചറിവുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഒരാളെ രക്ഷിക്കില്ല, ഇവിടുന്ന് ഞാൻ പോയേ പറ്റുള്ളൂ. ഞാൻ അവിടുന്ന് ഇതൊക്കെ പടുത്ത് ഓടുകയാണ്. ഓടിയപ്പോൾ പാർക്കിൽ ചെന്നപ്പോൾ ഒരു ഓട്ടോ തിരിക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാക്കയാണ് എനിക്ക് പരിചയം. അയാൾ പറഞ്ഞു എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എൻ്റെ മേത്ത് ആസിഡ് വെച്ചു, എനിക്ക് ഓട്ടമുണ്ടെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, അയ്യോ നിങ്ങൾക്ക് എന്നെ പുറത്തുനിന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ സെക്കൻഡ് വെച്ചിട്ട് ആളുകൾക്കിത് പറഞ്ഞാൽ തീപ്പൊള്ളയിൽ എന്ന് പറഞ്ഞാൽ പുറത്തേ ഉണ്ടാവുള്ളൂ. ആസിഡ് അങ്ങനെയല്ല, സ്പോഞ്ചിലേക്ക് വെള്ളം വീഴുന്ന പോലെയാണ്, പുറത്തുള്ളവർക്ക് കാണാനും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് പുറത്തുനിന്ന് കാണാനിട്ടാണ്, എൻ്റെ ഉള്ളിലേക്ക് എന്തോ അരിച്ച് കയറുന്ന പോലെ വേദനയാണ്, എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇയാൾ എന്താ വെച്ചാൽ വീട്ടിന് വണ്ടി കയറ്റി എന്നെ ക്ലിനിക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ക്ലിനിക്കിൻ്റെ ഇത് പിടിച്ച് ഞാൻ അലറി വിളിക്കുകയാണ്, ഡോക്ടറെ തുറക്കുക, ആരെങ്കിലും തുറക്കുകയുണ്ട്. ലാസ്റ്റ് നേഴ്സ് വന്ന് തുറന്ന് എന്തോ വെച്ചു. ഞാൻ എൻ്റെ മേത്ത് ആസിഡ് ഒഴിച്ചു. അപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കുക, കാരണം ആന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ. അപ്പോൾ ഡോക്ടറെ വേഗം വിളിച്ചു. ഡോക്ടർ TT അടിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു നിങ്ങൾ ഡോക്ടർ വരുന്നവരെ നിങ്ങൾ ഷവറിട്ട് എന്നുള്ളതുകൊണ്ട് ബാത്റൂമിലേക്ക് അയച്ചു. അപ്പോൾ ഞാൻ ഷവറിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കണില്ല കേട്ടാ. ഡോക്ടർ വന്നാൽ ഈർപ്പത്തോട് കൂട്ടിയിട്ട് ഡോക്ടർ TT അടിച്ചാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇത് ഒരുപാട് സ്ഥലത്തായിട്ടുണ്ട്, നിങ്ങൾ ഷർട്ട് അഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഷർട്ട് അഴിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഷർട്ട് ഞാൻ ഫുൾ കൈ ഷർട്ട് ഉപയോഗിക്കുക. ഷർട്ട് അടിച്ച് വെച്ചാൽ ടൈം എടുത്തു. അപ്പോൾ ടൈം എടുത്തപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഇവിടെയും ഈ ഷർട്ട് എനിക്ക് ഒട്ടിയിരുന്നു. അപ്പോൾ അതെന്താ വെച്ചാൽ അദ്ദേഹം കട്ടിയിൽ ഷർട്ടൊക്കെ ഊരി മാറ്റി വേറെ അപ്പോഴത്തേനും എൻ്റെ എത്രത്തുനിന്ന് ഒരാൾ വന്നു. അങ്ങനെ ഞാനൊരു ഓട്ടോ കയറി നേരെ ഞാൻ MES മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടേക്ക് അതിന് എൻ്റെ ഫാമിലിയൊക്കെ വന്നു. എനിക്ക് വേദന സഹിക്കാൻ വയ്യ, ശ്വാസം മുട്ടുന്നു. ലാസ്റ്റ് അവർ എന്തൊക്കെ ഇഞ്ചക്ഷനൊക്കെ അടിച്ച് പിന്നെ നോക്കിയ സമയത്ത് പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അമ്മേനോടൊക്കെ അച്ഛനോടൊക്കെ വന്ന് പറഞ്ഞു, അമ്മയില്ല, അമ്മ വയ്യാണ്ടൊക്കെ അച്ഛനോടൊക്കെ വന്ന് പറഞ്ഞു എന്താ പറയുക, ജ്യേഷ്ഠനൊക്കെ ഉണ്ട്, ജ്യേഷ്ഠൻ അവിടുത്തെ സ്റ്റാഫാണ് MES-ൽ. അപ്പോൾ കണ്ണാടി കാണിക്കേണ്ട, ആൾക്ക് ചിലപ്പോൾ സങ്കടമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തേ ചോദിച്ചു. അപ്പോൾ അപ്പോൾ അവരെന്നെ ഉണ്ണിന്നാണ് വിളിക്കുക, ചേട്ടനൊക്കെ. ഉണ്ണി വേണ്ട, കണ്ണാടി നോക്കണ്ട, ഉണ്ണിക്ക് അത് വിഷമം. അപ്പോൾ പ്രത്യേകിച്ച് വെച്ചാൽ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ കണ്ണായി ഈ ഇടക്കാലത്ത് ഇപ്പം ഞാനിങ്ങനെ നടക്കുന്ന പോലെ ഇടക്കാലത്ത് ഇതൊന്നും ഇങ്ങനെയൊന്നും സത്യത്തിൽ മുടി വീകലമായിട്ടുള്ളത് മൈൻഡ് ചെയ്താൽ അപ്പോൾ എന്താ പറയുക, അവർ പറഞ്ഞാലും ഉണ്ണിക്ക് വിഷമം വെച്ചാൽ കണ്ണാടി നോക്കുന്ന ഒരാളല്ലേ ഇഷ്ടം. സാറില്ലേ എന്താ. അപ്പോൾ എല്ലാവരും അന്ന് പൊട്ടിക്കുമ്പോൾ കണ്ണാടി നിർബന്ധിച്ച് വാങ്ങി. ഞാൻ നോക്കിയപ്പോൾ വെച്ചാൽ മുഖത്ത് ഇങ്ങനെ കറുത്ത പാടാണ്, ഇവിടുന്ന് ഇങ്ങനെ മുഴുവൻ കറുത്ത പാടാണ്, ഈ സൈഡ് മുഴുവൻ കറുത്ത പാടാണ്, മേലിൽ കൂടെ കമ്പിളി കറുത്ത പാടാണ്. അപ്പോൾ ഇതിനെന്താ, ശരീരമല്ലല്ലോ ഇതൊന്നും കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ മേലെ മുഴുവനുണ്ട്, എൻ്റെ ഇലക്ക് മുഴുവൻ ഒഴുകിയ പാടാണ്, ഇവിടെയൊക്കെ ചെവിയുടെ ഒരു കഷ്ണം പോയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പം തോന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ അത് എന്താ ഉണ്ടാച്ചത് പൊട്ടി ഒലിക്കും, അപ്പോഴാണ് വേദനിക്കുക, ഇപ്പം നിങ്ങൾക്കത് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. സൂചി കൊണ്ട് കുത്തി നോക്കി, അപ്പോൾ ഇവിടെയൊക്കെ ഡെഡായിട്ടുണ്ട്, അപ്പോൾ ഇതൊക്കെ സ്കിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അനസ്തേഷ്യ വയ്ക്കാണ്ട് പറ്റില്ല, എവിടെയെങ്കിലും വെച്ചാൽ പോരാ, മുഴുവൻ അനസ്തേഷ്യ നിങ്ങൾ ഉറങ്ങിക്കിടക്കും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള ദിവസങ്ങൾ വല്ലാത്തൊരു ഇറിറ്റേഷനായിരുന്നു. കാരണം മേത്ത് മുഴുവൻ ബാൻഡേജാണ്. ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പീസ് അവർ വിട്ടുകളയും ചെയ്തു. പിന്നെ രണ്ടാമത് അവിടുത്തെ പഠിക്കുന്ന മെഡിക്കൽ കോളേജല്ലേ പഠിക്കുന്ന പിള്ളേരും കൂടിയാണ്, പറയും വേണ്ട, പ്രാണം പോയിൻ്റെ. എന്തായാലും ശരി, കുറച്ച് ദിവസങ്ങൾ ഇതിങ്ങനെ ഇഴുകി അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് സർജറിയൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. അപ്പോൾ ഞാനെന്താ ചേട്ടൻ്റെ ഇതിൽ നടക്കും, പക്ഷേ വേണ്ടാന്ന് കരുതി. അങ്ങനെ ഞാൻ എൻ്റെ പരമാവധി പുറത്തിറങ്ങാൻ പറ്റിയാണ്. അപ്പോൾ ഞാൻ വേഗം പോയതിന് ശേഷം പിന്നീട് ഞാൻ കുറച്ച് ദിവസം ഇത് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയത് ഈ ഹെൽത്ത് സെൻ്ററിലാണ്. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു മര്യാദ ഇല്ലാണ്ട് വളരെ നോവിക്കുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. കാരണം ഇവിടെയൊക്കെ ശരിക്കും എല്ല് കാണുന്ന പോലെയായിരുന്നു ഈ ഭാഗത്ത് ജോയിൻറ്റിൽ. അപ്പോൾ പിന്നെ ഇവിടെ വലിയൊരു കുഴിയായിരുന്നു. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ തൽക്കാലം ഉള്ള പൈസ വെച്ചിട്ടൊരു നേഴ്സിനെ വിളിച്ചിട്ട്
ചെയ്യാമെന്ന് നോക്കി. അപ്പോൾ എനിക്ക് ആ നേഴ്സിന് കൊടുക്കാനുള്ള പൈസയും കുട്ടികളുടെ ഭക്ഷണം, എൻ്റെ വാടക, വീടിൻ്റെ വാടകയൊക്കെ പാടെ എനിക്ക് നടക്കില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ മെഡിസിനൊക്കെ പാടെ വാങ്ങിയിട്ട് എന്നും ഞാൻ തന്നെ ഇത് ഡ്രസ്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ ശിഷ്യം വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയായിട്ട് എന്നും മാറാനാ. അപ്പോൾ തൽക്കാലം ഞാൻ ആയുർവേദത്തിൻ്റെ മരുന്നിട്ട് അയാൾ എന്തൊരു സാധനം കൊടുത്തു. പറഞ്ഞു ഈ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്കിന്നൊക്കെ വരും, നോർമൽ സ്കിന്ന് സാവധാനം വന്നോളും. അതല്ല ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുറി മാറും, പക്ഷേ നോർമൽ സ്കിന്ന് വരില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല, എൻ്റെ കയ്യിൽ കാശുമില്ല. ഞാൻ തന്നെ എന്താ വെച്ചാൽ ഈ ഒരു നന്നായി തുടക്കും ഞാൻ, എന്നിട്ട് ഈ മരുന്ന് കൊരുത്തേക്കും. എന്തൊക്കെയോ ഒരു ആയുർവേദത്തിൻ്റെ സാധനം എന്തായാലും സാവധാനം അതൊക്കെ ഇങ്ങനെ മാറി ഏകദേശമായി. അപ്പോഴാണ് പിന്നീട് ഇതുപോലെ തന്നെ കയറി വീട്ടിൽ വന്നിട്ട് വെട്ടി പരിക്കേൽപ്പിച്ചതാണ്. പക്ഷേ ഒന്നും ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇത് പറ്റിയപ്പോൾ ഞാൻ തൽക്കാലം വേണ്ടാണ് വീട്ടുകാർ ഇത് പറ്റിയപ്പോൾ ഞാൻ പിടിച്ചു നിന്നു. ഇത് പറ്റിയപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. ആത്മീയ പ്രവർത്തനങ്ങളൊന്നും വേണ്ട, ഒതുങ്ങിയിരുന്നാൽ മതി. അപ്പം ഞാൻ സൈലൻ്റ് ആവേണ്ട അവസ്ഥ വന്നു. കാരണം എനിക്ക് ഒരു സോഴ്സ് ഇല്ലാണ്ടായി. ഒരുപാട് പൊളിറ്റീഷ്യൻസൊക്കെ വന്നു. ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, എന്നെ ആക്രമിച്ചത് ഹിന്ദു നാമധാരികളാണ് എന്ന് കരുതി RSSകാരാണെന്നോ മറ്റേതിന് സംഘടനകളും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുസ്ലിമാണെന്ന് പറയുമ്പോൾ അതല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. മുസ്ലിം നാമധാരികൾ ഇതുവരെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല, ക്രിസ്ത്യൻ നാമധാരികൾ ഇതുവരെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല, ഹിന്ദു നാമധാരികളാണ് ഉപദ്രവിച്ചിരുന്നത്. അതും ഏതൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടോ സംഘടനയുടെ ഭാഗമായിട്ടോ ഞാൻ കരുതുന്നില്ല. സാമൂഹ്യ വിരുദ്ധമാണ്, എന്നെ പറ്റാത്തതുകൊണ്ടായിരിക്കാം, എൻ്റെ ആശയങ്ങൾ പറ്റാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ശരി, ഈ പറയപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തരുത്, ഞങ്ങളെല്ലാ സപ്പോർട്ടും, ഇടതുപക്ഷവും കോൺഗ്രസും BJP എല്ലാവരും വന്നു. ഞങ്ങൾ പറഞ്ഞു എനിക്കിപ്പോൾ പറ്റില്ല, ഞാനിതിന് പിൻവലിയാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഏകദേശം 1-2 മാസം ഞാൻ പിടിച്ചു നിന്നു. പിന്നീട് ഞാൻ മറ്റേ പുലിമുരുകലിൽ മോഹൻലാൽ പറഞ്ഞ തന്നെ പതുങ്ങുന്നത് കുതിക്കാനാണ്. പിന്നീട് ഞാൻ വരുന്നത് ചണ്ടളബാബയായിട്ടാണ്. തൻ്റെ തിരിച്ചറിവാണ്. ഒരു സാത്വികനായിട്ട് വെള്ളിയും എടുത്ത് കൊടുങ്ങനെ ആ സൈഡ് വേഗം നോക്കിയിട്ട് സെഞ്ചിയും നോക്കിയിട്ട് അമ്പലത്തിലെ പൂജാരിയായി പോകുന്ന സമയത്തെ ഞാൻ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം കർമ്മബ്രാഹ്മണ്യം പറയുമ്പോഴും ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ അച്ഛൻ വന്നിട്ട് എൻ്റെ അച്ഛനാണെന്ന് പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ അച്ഛന് പൂണോൽധാരിയല്ല, ഏട്ടന്മാർ പൂണോൽധാരികളല്ല. സ്വന്തം സ്വത്തും മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥ എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തിനാ പണിയെടുക്കണേ ചോദിക്കും. ആ പണിയെടുക്കണേ ചോദിച്ചാൽ അതാണ് സാമൂഹികമായ പ്രവർത്തനങ്ങൾ ഇവിടെ എപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. നിലനിൽക്കുന്ന ഈ വ്യവസ്ഥകൾക്കെതിരെ പോരാടിയതാണ് നിങ്ങളൊക്കെ ഈ നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, മറ്റു തൊഴിലുണ്ടാകുമ്പോൾ പോലും ഇതിനോട് ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇനി ക്ഷേത്ര പൗരോഹിത്യം എനിക്ക് വേണ്ട, അതെൻ്റെ വ്യക്തിത്വത്തെ അടച്ചു വെക്കുന്നതാണ്. നിങ്ങൾ പറയുന്ന ഈ പൗരോഹിത്യത്തിന് അധികാരം ഈ പറയുന്ന ബ്രാഹ്മണിസത്തിൻ്റെ മേലങ്കികളാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യുന്ന ഒരേ ഒരാളെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. അത് ശങ്കരാചാര്യ മുട്ടുകുത്തിച്ച ചണ്ടാളനാണെന്ന് ശങ്കരൻ പോലും എഴുതി വെച്ച സ്ഥിതിക്ക് പിന്നെ വ്യക്തിപരമായിട്ട് അത് കെട്ടിയാടുന്ന തെയ്യമാണ്. പുലയനും മലയനും കെട്ടിയാടുന്ന ധീരപുരുഷൻ്റെ തെയ്യമാണ്. അപ്പോൾ ജീവിച്ചിരുന്ന വ്യക്തി തന്നെയാണ്. ഇല്ല എന്ന് എത്ര പറഞ്ഞാൽ ജീവിച്ചിരുന്നു. കാരണം വെച്ചാൽ ചണ്ടാളൻ ശങ്കരൻ്റെ കാല് പിടിക്കുകയായിരുന്നെങ്കിൽ അത് ജീവിച്ചിരുന്നു എന്ന് പറയും. ചണ്ടാളൻ്റെ കാല് ശങ്കരൻ പിടിക്കുമ്പോൾ ചണ്ടാളൻ ജീവിക്കില്ല. വെച്ചാൽ ക്ഷത്രിയനെ നിഗ്രഹിച്ച പരശുരാമൻ അവതാരമാണ്, ബ്രാഹ്മണനാണല്ലോ. എന്നാൽ ക്ഷത്രിയൻ ബ്രാഹ്മണനെ കൊന്ന ഒരു ചരിത്രമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വീരപുരുഷനാവുകയുമില്ല. അത് തന്നെ ഇവിടുത്തെയും വിഷയം. അപ്പോൾ എന്താ ശരി, ആ ഒരു പേരും ആ ഒരു ഫൈറ്റും ചണ്ടാളൻ. അതുകൊണ്ട് എൻ്റെ ആത്മീയ സമയത്തിൽ ആക്രമണങ്ങൾ ഒത്തിരി, ഇത് ബാഹ്യമായിട്ട് മാനസികമായിട്ട് ഒത്തിരി പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചു. എൻ്റെ ഫാമിലി പരമായിട്ടൊക്കെ ഉപദ്രവിച്ച ആൾക്കാരുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ആ ഒരു ദണ്ടും പിടിച്ച് വന്ന് ഇന്നിപ്പോൾ നിങ്ങൾ മുന്നിലിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പറയുക വെച്ചാൽ എൻ്റെ വിജയം. കാരണം ഞാൻ ഏതോ സിമ്മിൽ കറുപ്പും വെളുപ്പുമായ 64 കളങ്ങളുള്ള ചതുരംഗക്കളത്തിൽ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന കളിയാണ് ചതുരംഗം എന്ന് പറഞ്ഞ പോലെ ഞാൻ ചിന്തിച്ചുറപ്പിച്ച് എൻ്റെ ആ ഒരു വേദനകളുടെ കാലത്ത് ഞാൻ ചിന്തിച്ചുറപ്പിച്ച് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്നോട് പരാശക്തി പറഞ്ഞ, എൻ്റെ ഗുരു പറഞ്ഞ, എൻ്റെ ഗുരു പരമ്പരകൾ പറഞ്ഞ ആ അറിവിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന എൻ്റെ ചെസ് ബോർഡാണ് ഞാനിപ്പോൾ കളിക്കുന്നത്. അത് എന്തിനു വേണ്ടി വെച്ചാൽ എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനല്ല. ഞാൻ അനുഭവിച്ച വേദന ഞാൻ എന്നിൽ മാത്രം ഒതുക്കുന്നില്ല. എന്നെ ഉപദ്രവിച്ചവരും എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നവരും ഒത്തിരി ആളുകളുള്ള നാടാണത്. അവർ ഈ ഒരു വിഷയം എന്നിൽ മാത്രമല്ല മറ്റുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അവർക്കെതിരെ സംസാരിക്കാൻ എനിക്കാവുന്നത് ചെയ്താൽ അതിൻ്റെ ബാക്കി പോലെ മറ്റുള്ളവർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ഗെയിം എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ. അതെനിക്ക് വേണ്ടിയിട്ടല്ല, ഇനി വരാനിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. പൂജ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഭരണഘടന പറയുന്ന അവകാശത്തോടു കൂടി പൂർണ്ണ മതസ്വാതന്ത്ര്യം മതം ഉണ്ടായിട്ടില്ലാണ്ടോ അവനവന് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കാൻ ഇവിടെ പറ്റണം. അത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് അത് നിഷേധിക്കപ്പെടാൻ പാടില്ല. നിഷേധിക്കപ്പെടുന്നു എങ്കിൽ അതിനാധാരം ബ്രാഹ്മണിസമാണെങ്കിൽ അതിനെ തകർക്കുക തന്നെ വേണം. അത് ബ്രാഹ്മണരെ തകർക്കുന്നതല്ല പറയുന്നത്, ബ്രാഹ്മണിസത്തെ മേൽക്കൊയ്മ എന്ന് പറഞ്ഞാൽ പുലയന് പറയനോടുള്ളതും നമ്പൂതിരിക്ക് നായരോടുള്ളതും
അതുപോലെ തന്നെയാണ് എന്താ പറയുക, നായർ കീഴവനോടുള്ളതായാലും ശരി, ക്രൈസ്തവന് മുസ്ലിങ്ങളോടുള്ളതായാലും മുസ്ലിങ്ങിന് ക്രൈസ്തവനോടുള്ളതായാലും ശരി, ഇങ്ങനെ പരസ്പരം ഒരു മേൽക്കോയ്മ സിദ്ധാന്തമാണ്. ഇതാണ് ബ്രാഹ്മണിസം. അത്തരം ഞാൻ വലുതാണ്, ഞാൻ മാത്രം മതി എന്ന് കരുതുന്നുവെങ്കിൽ അത് തച്ചുടയ്ക്കപ്പെടേണ്ടതാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തുന്ന, അതിനെ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ കീറിക്കളയേണ്ട ആവശ്യമില്ല, നീക്കി നിർത്തുകയാണ്. കീറിക്കളയേണ്ട എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അതോടെ ഉണ്ടാവണം. പക്ഷെ മറിച്ച് അത് വ്യാവഹാരിക ലോകത്ത് വ്യവഹരിക്കപ്പെടാൻ പാടില്ല. അത് കുട്ടികൾക്ക് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കാനുള്ള, ഇത്തരത്തിൽ വില കുറഞ്ഞ സിദ്ധാന്തങ്ങളുള്ള, അനീതിക്ക് ന്യായം ചമച്ചിട്ടുള്ള ദൈവീക വിശുദ്ധ ഗ്രന്ഥങ്ങൾ എത്രയും ഇവിടുത്തെ വേദങ്ങളിൽ നിന്നും വേദശാസ്ത്രം എന്ന് പറഞ്ഞാൽ പല സാധനങ്ങളും ഇന്ന് വരും തലമുറ തിരിച്ചറിയണം. അത്രയേ ഉള്ളൂ. അതാണ്. അപ്പോൾ അതിൻ്റെ ഇനിയും ആക്രമിക്കൽ ഉണ്ടായിക്കൂടാന്നില്ല. കാരണം ഒതുങ്ങിയിരുന്നോളാനും നീ ഇനിയും പഠിക്കുന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞു. മരണത്തിന് മുഖാമുഖം കണ്ട എനിക്ക്, ഞാനൊരൊപ്പമുള്ളവരോടും പാണ്ടുണ്ട്, ഇനി എന്ത് പറ്റിയാലും നിങ്ങൾ ഓടിക്കൊള്ളണം, എന്നെ നോക്കണ്ട. ഇനി മരണത്തെ എനിക്ക് ഭയമില്ല. അത് ഞാൻ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് പോകുന്നത്. അത് കേവലം പറയുകയല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എവിടെ ആരെന്നെ ആത്മീയതയിൽ ചോദ്യം ചെയ്താലും ഞാൻ എപ്പോഴും പറയുന്നത്, ആത്മീയത എൻ്റെ വയറ്റിപ്പഴപ്പല്ല, ആത്മീയത എൻ്റെ ഫ്രീഡം ഫൈറ്റിൻ്റെ വെപ്പണാണ്. കാരണം ആ ആത്മീയത കൊണ്ടാണ് ഒരു ജനതയെ ഈ രാജ്യത്ത് എല്ലാ കാലത്തും അടിമയാക്കി വെച്ചത്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അടിമയുണ്ടായിട്ടുണ്ട് അംബേദ്കർ പറഞ്ഞു. പക്ഷെ അവിടെയൊന്നും വിശ്വാസത്തിൻ്റെ മുകളിലായിരുന്നില്ല, സാമൂഹ്യ വ്യവസ്ഥയുടെ മുകളിലായിരുന്നു. ഇവിടെ അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങളിലൂടെ ചമച്ച് വെച്ച് അവർ സ്ഥാപിക്കുകയാണ്, ഇത് നീ യോനിയിൽ പിറന്നതും അല്ലെങ്കിൽ നീ അനുഭവിക്കുന്നത്, നീ ഇന്ന കാസ്റ്റ് കമ്മ്യൂണിറ്റി പറഞ്ഞിരിക്കുന്നതൊക്കെ കർമ്മഫലമായിട്ടാണ്. അതുകൊണ്ട് നീ ഇത് അനുഭവിച്ചേ പറ്റുള്ളൂ. മറ്റൊരു ഉത്കൃഷ്ടനാണ്, അവൻ അടിമയായിരിക്കണം എന്നുള്ളത് മനസ്സിലായില്ല. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടും, ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്ത ഒരേ ഒരാൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ആരോ പറയണ്ടേ, നാണമുണ്ടോ ചണ്ടാളൻ എന്ന് പേര് ഇടാമെന്ന് ചോദിച്ചത് നിങ്ങളെല്ലാവരും കണ്ടോയെന്നറിയില്ല. ഒരാൾ ചോദിക്കേണ്ട, ഒരു യുക്തിവാദി. നാണമില്ലാത്ത എന്താണെന്നറിയോ? ചോദ്യകർത്താവിൻ്റെ പേര് രാജഗോപാലൻ എന്നാണ്. ഗോപാലൻ എന്ന പേരിൻ്റെ അർത്ഥം അറിയോ? ഗോക്കളെ പരിപാലിക്കുന്നതെന്ന്. ഈ രാജ്യത്ത് ഗോക്കളുടെ പേരിലാണ് ആളുകളെ തല്ലിക്കൊന്നിട്ടുള്ളത്. ചണ്ടാളന്മാരാരെയും തല്ലിക്കൊന്നിട്ടില്ല. ചണ്ടാളനുണ്ടെങ്കിൽ ശ്മശാനത്തിൽ കത്തിക്കാനേ പോയിട്ടുള്ളൂ, ബോഡി കത്തിക്കുന്ന പണിയെടുത്തുള്ളൂ. അപ്പോൾ ഗോപാലന്മാർ, ഗോക്കളുടെ പേരിൽ കലാപമുണ്ടാക്കുന്നവരുടെ രാജാവ് എന്ന അർത്ഥം വരുന്ന രാജഗോപാലനേക്കാൾ ഉത്കൃഷ്ടമായ പേര് ചണ്ടാളനാണ്. അദ്ദേഹം പഠിച്ച ചണ്ടാളൻ അടിമയെന്ന ചണ്ടാളനാണ്. ഞാൻ പറയുന്ന ചണ്ടാളൻ അങ്ങനെയല്ല. ബ്രാഹ്മണിസത്തെ മുട്ടുകുത്തിച്ച, മറുചോദ്യം കൊണ്ട് മുട്ടുകുത്തിച്ച, ആക്രമിച്ചിട്ടല്ല, മറുചോദ്യം കൊണ്ട് മുട്ടുകുത്തിച്ച ഒരേ ഒരാളെ ഈ രാജ്യത്തുണ്ടായിട്ടുള്ളൂ. ഈ രാജ്യത്തിന് മുഖമുദ്ര ആകേണ്ടതും ആ ഒരു പൂർവികനാണെന്ന് ചിന്തിക്കുന്ന ആൾ. അതാണ് ചണ്ടാളൻ, അതാണ് മഹാചണ്ടാളൻ.